അങ്ങനെ നമ്മൾ താഴേക്ക് ഫാസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ തുടങ്ങി. വേറെ നല്ല മഴക്കാറ് വന്ന കൂടി മഴ പെയ്താൽ കുറെ കൂടെ വേസ്റ്റാണ്. കാരണം ഫ്ലാഷ് ഫ്ലഡൊക്കെ എല്ലാം വരുന്നതാണ് ഇവിടെ എല്ലാം. അത്യാവശ്യം റിസ്കി ഏരിയയാണ് ഈ പോകുന്ന വഴികളെല്ലാം. കാരണം അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഇറങ്ങി താഴോട്ടെ. ഇല്ല അങ്ങനെയുണ്ട്. സാമൂഹിക പ്രവർത്തനം. നിങ്ങൾ ആരും ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, കവറുകൾ ഒന്നും തന്നെ ഇവിടെ ഇടരുത്. ഓക്കെ, പ്ലീസ്. സേവ് നേച്ചർ. നിങ്ങൾ കൊണ്ടുവന്ന സാധനം ദയവ് ചെയ്ത് നിങ്ങൾ തിരിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവരാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് അതിവിടെ പ്രകൃതിയും കൂടെ നശിപ്പിക്കുകയാണ്, മറ്റുള്ളവർക്കും ദ്രോഹം ഉണ്ടാക്കുകയാണ്. കയറുന്നതിനെക്കാട്ടി പാട് ഇറങ്ങാനാണ്. അത്യാവശ്യം ഫുള്ള് സ്ലിപ്പറിയാണ്. കാണാൻ റോക്ക് എല്ലാം ഇളകി മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ മഴയും കൂടെ പെയ്താൽ നന്നായിരുന്നു. അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഇറങ്ങാൻ നിന്ന് ഞങ്ങൾക്കത് മനസ്സിലാവും ഇതിൻ്റെ പാടെന്താണെന്നുള്ളത്. നടക്കൂല നടക്കൂലേ നടക്കൂല. നമ്മളടുത്ത വഴി കണ്ടുപിടിക്കും. വാ വാ, നമ്മൾ വഴിയില്ലാത്ത വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അത്യാവശ്യം നല്ല പാടായിരുന്നു, നല്ല ടഫ് ഉണ്ടായിരുന്നു തിരിച്ചിറങ്ങാനായിട്ട് വേണ്ടിയിട്ട്. ഞങ്ങൾ കാണാൻ വഴിയൊന്നുമില്ല. പിന്നെ ആ വെള്ളം പോകുന്ന വഴിയുടെ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാ ഇങ്ങനെ പോകുന്നത്. ഇത്രയും പെട്ടെന്ന് പോകാൻ വേണം. മഴ കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം നല്ല രീതിയിൽ വെള്ളം വരുന്ന ഒരു ഏരിയയിലൂടെ പോകുന്നത്. വെള്ളം പോകുന്ന പാതയിലൂടെ പോകുന്ന 3 to 5 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഓൾറെഡി വെള്ളം പോകുന്ന എന്നവിടെ. വഴിയേ ഇല്ല, ഒരു വഴിയും കാണുന്നില്ല. ഓ മൈ ഗോഡ്, തിരിച്ചു പോക്കില്ല. നമ്മൾ ഇറങ്ങും. ഇല്ല ഇല്ല, വാ. ഇല്ല, നോക്കട്ടെ. ഓ നോ, ഇറങ്ങാൻ പറ്റും. തിരിഞ്ഞിറങ്ങാം. തിരിഞ്ഞാൽ അത് ലോക്കാക്കിയാൽ മതി. അങ്ങനെ മഴ, തകർപ്പൻ മഴ. ഫുൾ മഴ. അങ്ങനെ നമ്മൾ തിരിച്ച് 4 പേര് നമ്മൾ സേഫ് ആയിട്ട് ഇറങ്ങി. ഇഞ്ചറി ഒന്നും ആയില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹൈക്കിങ് പ്ലേസ് ആയിട്ട് എല്ലാം ഇറക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ തിരിച്ച് നേരെ കാറിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ ഔട്ട് സൈഡ് ലാൻഡ്സ്കേപ്പ് കൂടി ഞങ്ങളെ കാണിച്ചു തരാം. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഹെവി റെയിനുള്ള സമയത്ത് നമുക്ക് ഈ വഴിയിലൂടെ ഒന്നും പോകാൻ പറ്റത്തില്ല. കാരണം വണ്ടി എല്ലാം ബ്ലോക്ക് ആവും മഴ കാരണം. ഇത് മഴ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ തന്നെ എൻജോയ് ചെയ്ത് പയ്യെ ആസ്വദിച്ച് പയ്യെ അങ്ങനെ പോകുന്നത്. അങ്ങനെ കാണാൻ ഒരു മൗണ്ടെയിൻ ലാൻഡ്സ്കേപ്പ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത്യാവശ്യം ബൈക്ക് റൈഡിന് പറ്റിയ ഒരു പ്ലേസും കൂടെയാണ്. ഒരുപാട് സ്പോട്ടുകളുണ്ട് അവിടെ തന്നെ. നിങ്ങൾ കാണാൻ നമ്മളവിടെ ഹൈക്ക് ചെയ്ത് വന്ന കാർമേഘങ്ങളെല്ലാം മൂടി കിടക്കുന്ന ഏരിയ, അവിടെ നിന്നാണ് നമ്മൾ ഹൈക്ക് ചെയ്ത് വന്നത്. അവിടെ അത്യാവശ്യം മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. കാരണം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല എന്ത് സംഭവിക്കുന്നുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് ഇറങ്ങി. മഴയത്ത് അവിടെ ഹൈക്ക് ചെയ്യാനായിട്ട് വളരെ മനോഹരമാണ്. പക്ഷേ നല്ലൊരു റിസ്കി ഇവിടെയാണ്. അവിടുത്തെ ഭൂപ്രകൃതി വളരെ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് കാണാം, ലാൻഡ്സ്കേപ്പ് ആയിക്കോട്ടെ, റോക്ക് ഫോർമേഷൻസ് ഒക്കെ ആയിക്കോട്ടെ, സ്കൈ തന്നെ ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിലെ മീൻസ് നമ്മുടെ സിറ്റി ദുബായിലുള്ള പോലെയൊന്നും അല്ല, വളരെ ഡിഫറൻസ് ആണ്.
ബിഗ് ഡിഫറെന്റ് എന്ന് എന്നോട് പറയാം. എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടുള്ള ടൈമിൽ ഒരു ദിവസം ഈസിയാണ്. നിങ്ങൾക്ക് രാവിലെ പോയിട്ട് ഒരു വൈകിട്ട് ഈവനിങ് തന്നെ വരാം, രാത്രി തന്നെ അകത്തില്ല. ഒരു ഈവനിങ് നിങ്ങൾക്ക് 4 o'clock 3 o'clock മുന്നേ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇത് രാവിലെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്യണം.